ഡെയിലി ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താൻ എനിക്ക് തോന്നുന്നത്, ഞാനത് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഒരാളുടെ ഡയറ്റ് അങ്ങോട്ട് വിശദീകരിച്ച് അതിനോട് കമ്പയർ ചെയ്തങ്ങ് പറയാന്ന്. മുന്നിലല്ലേ, അങ്ങ് കുറച്ചുകൂടി ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പറയാനൊക്കെ. എന്നേരം നിന്നോ. ഒരു ദിവസത്തെ ഭക്ഷണ രീതി. ഒറ്റ മിനിറ്റ്, മൈക്ക് തരാം. വേണോ? ഇതെടുക്കാവോ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതൊന്ന് ഓഫാക്കിട്ടതാ. ഇതൊന്ന് ഓണാക്കാൻ പറ്റുമോ? അല്ല, അതിന് ശേഷം പിന്നെ വേറെ ആർക്കും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ. വർക്ക് ചെയ്യുന്നുണ്ടോ? പറഞ്ഞോളൂ. അത് റെഡി ആയില്ല, പറഞ്ഞോളൂ. ഒരു ദിവസത്തെ ഭക്ഷണ രീതി രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെയാ? ഞാൻ റിപ്പീറ്റ് ചെയ്തോളാം, അപ്പൊ എല്ലാവരും കേൾക്കുമല്ലോ. സത്യം പറയണേ. ഓക്കെ. രാവിലെ ഒരു ചായ. എത്ര മണിക്ക്? രാവിലെ 7 മണിക്ക് ഒരു ചായ. എല്ലാവരും കേട്ടല്ലോ? ഓക്കെ. 2 ചായ കുടിക്കുന്നവരിവിടെ ഉണ്ടാവും, അത് നമ്മൾ നോക്കണ്ട. ഇനി നമ്മൾ അടുത്ത 8, 8:30, 9 മണിയാകുമ്പോൾ കൃത്യമായിട്ട് സമയമില്ല. 9 മണി 4 ചപ്പാത്തി. അതിൻ്റെ കൂടെ ഒരു ചായ ഉണ്ടാവും. പിന്നെ ചപ്പാത്തിയും ചായ മാത്രമല്ലല്ലോ, കറി ഉണ്ടാവില്ലേ? കറി എന്താണ്? ടൊമാറ്റോ, പൊട്ടറ്റോ, ചന, ചെറുപയർ. ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വെള്ളം. ഉച്ചയ്ക്ക് എത്ര മണിക്ക്? 12. എല്ലാരും കേൾക്കണം. 12, 12:45 ലഞ്ച്. അത് കഴിഞ്ഞ് ഫിഷ് ആയിരിക്കും, മീറ്റ് ആയിരിക്കും. അതിന്റെ കൂടെ ഫിഷ്, മീറ്റ് അങ്ങനെയുള്ളതെല്ലാം കഴിക്കും. ഒരു ദിവസം വെജിറ്റബിൾ. അങ്ങനെ ഒരു ദിവസം വെജിറ്റബിൾ. വീക്കിലി വൺസ് വെജിറ്റബിൾ. ഓക്കെ. വെജിറ്റബിൾ മാത്രം. ആഴ്ചയിൽ ഒരു ദിവസം. എന്താ പേര്? മാത്യു. ആഴ്ചയിൽ ഒരു ദിവസം മാത്യു വെജിറ്റബിൾ മാത്രം കഴിക്കും. നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയമാണ്. ഓക്കെ. പിന്നെ പപ്പടം ഉച്ചയ്ക്ക് കൂടെ. ഈവനിങ്ങിൽ എത്ര മണിക്ക്? 9 മണിക്ക്. ഈവനിങ് 9 മണിയാ? ശരി. ഓക്കെ. അപ്പൊ 4 മണി 5 മണിക്ക് ഒരു കാലിച്ചായ. വിട്ടുപോകരുത്. ഞാൻ പറഞ്ഞ എല്ലാം വിട്ടുപോകാതെ പറയാൻ. 4 മണിക്ക് ഒരു ചായ, അതിന്റെ കൂടെ ഒരു സ്നാക്സ്, വട. അപൂർവം. ഫ്രീ ആയിട്ട് കിട്ടിയാൽ. ഓക്കെ. ഫ്രീ ആയിട്ട് കിട്ടിയാൽ 4 മണിന്റെ കൂടെ ഒരു വട വല്ലതും. ഓക്കെ ഓക്കെ. വൈകിട്ട് ഭക്ഷണം 3 ചപ്പാത്തി, ശകലം റൈസ്. 3 ചപ്പാത്തി, ശകല റൈസ്. ഓക്കെ ഓക്കെ. ശകലാണോ ശകലാണോ? ശകലം. ഓക്കെ. ശരി. പിന്നെ അതാണ് ഡയറ്റ്, ഒരു ദിവസത്തെ ഡയറ്റ്. അപ്പോൾ ഇരുന്നോളൂ. അതൊന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കിയാ. ശരിയായല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം. മാത്യുവിന്റെ ഡയറ്റ് ഇവിടെ പറഞ്ഞു. മാത്യുവിന്റെ ഡയറ്റ് വെച്ച് നോക്കുമ്പോൾ മാത്യുവിനേക്കാൾ വളരെ മോശമായിരിക്കും ചിലരുടെ ഡയറ്റ്, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരാളുടെ ഡയറ്റ് വെച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നിങ്ങളെ മെമ്മറിയിൽ നിൽക്കാനും സഹായിക്കും. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം, അല്ലേ? അതിലെന്തൊക്കെ തിരുത്തൽ വേണമെന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. മാത്യു രാവിലെ ഫസ്റ്റ് കഴിക്കുന്നത് ചായയാണ്. ചായ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ധൈര്യപൂർവ്വം പൊക്കിക്കോ. അഭിപ്രായമുള്ളവര്. ചായ ശരീരത്തിന് വളരെ നല്ലതാ. സാധാരണ പാലൊഴിച്ചോ നിങ്ങളുടെ സാധാരണ ചായ? 1, 2, 3, 4, 5, 6. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? അപ്പൊ ഇവിടെ ഒരു 6-7 പേര് ചായ ശരീരത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പം ഭൂരിപക്ഷം പേര് എന്ത് ചെയ്യുന്നില്ല? ചായ നല്ലതാണെന്ന്
വിശ്വസിക്കുന്നില്ല. ചായ കുടിക്കുന്നവർ മുഴുവൻ കൈപൊക്കുക. മുഴുവൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ചായ നല്ലതാണെന്ന് വിശ്വസിച്ച് കുടിക്കുന്നവർ. ഭൂരിപക്ഷം ആൾക്കാരും ചായ നല്ലതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവിശ്വസിച്ച് കുടിക്കുന്നു അല്ലേ? ചായ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതല്ല എന്ന് വളരെയധികം നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ നാച്ചുറോപ്പതി എക്കൻസ് ഓൾ കേരള നാച്ചുറൽ ക്യൂർ ഫെഡറേഷൻ ഓൾ ഇന്ത്യ ലെവലിൻ്റെ കേരള ഘടകമാണ് ഓൾ കേരള. ഓൾ ഇന്ത്യ ANF എന്നാണ്, AI എന്നാണ് വരുന്നത്. ഇത് ഈ സംഘടന ഒരുപാട് തവണ പലതവണ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉള്ള റിസർച്ചുകളിലൂടെ മനസ്സിലാക്കിയാണ് ചായ ശരീരത്തിന് ഒട്ടും ഫലപ്രദമല്ല എന്നുള്ളത്. ഒന്നാമത് ചായപ്പൊടി, ഞാൻ വളരെ ചുരുക്കി പറയാണ്, കാരണം നമുക്ക് വൈഡായിട്ട് എടുക്കാനുള്ള സമയമില്ല, സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ചുരുക്കി പറയാണ്. ചായപ്പൊടി നമുക്കറിയാം, തേയില മുന്നാർ നിന്നായാലും ശരി, വയനാട് നിന്നായാലും ശരി, ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലായാലും ശരി, പ്രത്യേകിച്ചും ഈ ഫുറഡാൻ നിറഞ്ഞ മരുന്നാണ് അതിന്റെ ഇലകളിൽ തളിക്കുന്നത്. തളിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് തളിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് നുള്ളാൻ പാടുള്ളൂ, ഇല നുള്ളാൻ പാടുള്ളൂ. നിങ്ങളൊന്ന് ശരിക്കും അന്വേഷിച്ച് നോക്കൂ. തേയില അറിയുന്ന അങ്ങനെയുള്ള വയനാട്ടിലൊക്കെ പരിചയക്കാരൻ്റെ അന്വേഷിച്ച് നോക്കൂ. അവര് അടിച്ച് 3-ാമത്തെ ദിവസം ഇല നുള്ളും. ഒരു വീണ്ടും വെച്ചിരുന്ന അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് എന്തോ നമുക്കറിയില്ല, അവരെ ഹെൽത്തിന്റെ നിർദ്ദേശം 10 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇവര് 3-ാമത്തെ ദിവസം. പിന്നെ ഹെൽത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു അളവ് ഉണ്ടായിരുന്നു, എന്നോട് മറന്നുപോയി. ആ അളവാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ ഇവർ ചെയ്യുന്ന അതിൽ കൂടുതൽ ഡോസാ കൊടുക്കുന്നത്. എന്നിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാല് ഇത് പൊടിയാക്കി മാറ്റും. പ്രകൃതി തരുന്ന അതേപടി ഉള്ള ഭക്ഷണം, അത് ഫ്രൂട്ട്സ് ആവാം, നട്ട്സ് ആവാം. നിങ്ങൾ വെജിറ്റബിൾ സാലഡാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ സ്പ്രൗട്ടും ആകാം. ഫ്രൂട്ട്സ്, നട്ട്സ്, വെജിറ്റബിൾ, സ്പ്രൗട്ട്. വെജിറ്റബിൾ പച്ചയായിട്ട് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം, മസ്റ്റാണ്. പല ആൾക്കാരും തൊട്ട് നോക്കില്ല, പ്രത്യേകിച്ചും